ബിഗ് ബോസ് സീസൺ 7 മലയാളം എപ്പിസോഡ് 50-ന്റെ റിവ്യൂ. ഇന്ന് കേക്ക് കട്ട് ചെയ്ത് ആഘോഷിക്കുന്നുണ്ട് 50-ന്റെ എപ്പിസോഡ്. ഇന്ന് എവിക്റ്റായി പോയ റെനയെ കൊണ്ടാണ് അത് കട്ട് ചെയ്യിപ്പിച്ചത്. ഹൗസിലുള്ളവരെ കളിയാക്കിക്കൊണ്ട് അനുമോളുടെയും അക്ബറിന്റെയും നേതൃത്വത്തിൽ കഥാപ്രസംഗങ്ങൾ ഉണ്ടായിരുന്നു. അത് കയ്യടി നേടുകയുണ്ടായി. ഇതിനുശേഷം മോഹൻലാൽ ഓരോരുത്തരുടെയും ഗെയിമിനെ പറ്റി വിശദീകരണം നൽകാനും സങ്കടകരമായ എന്തൊക്കെ അനുഭവങ്ങൾ ഉണ്ടായെന്ന് വിശദീകരിക്കാനും പ്രേക്ഷകർ എന്തുകൊണ്ട് അവരിവിടെ നിലനിർത്തുന്നു എന്നതിനെപ്പറ്റി പറയാനും പറഞ്ഞു. അനീഷ് പറയുന്നു, ഞാൻ കള്ളം പറഞ്ഞിട്ടില്ല. അനാവശ്യ ഗോസിപ്പുകൾ പെടാതെ നേരത്തെ കിടക്കുകയും നേരത്തെ എഴുന്നേൽക്കുകയും ചെയ്യുന്നു. ഹോട്ടൽ ടാസ്കിൽ സമരത്തിനിടയിൽ ശോഭയുടെ പേര് പറഞ്ഞതിൽ എനിക്ക് വിഷമമുണ്ട്. അത് ഞാൻ സോറി പറയുകയും ചെയ്തിട്ടുണ്ടെന്ന് അനീഷ്. എന്റെ കഠിന ഹൃദയമൊക്കെ മാറി ഫ്രണ്ട്ഷിപ്പിന്റെ വാല്യൂ മനസ്സിലാക്കുന്നു എന്ന് അനീഷ്. ഷാനവാസ് പറയുന്നു, നെവിന്റെ വിഷയം ആവശ്യമില്ലാതെ എടുത്തിടാൻ പാടില്ലായിരുന്നുവെന്നും അത് ഞാൻ ഖേദം പ്രകടിപ്പിക്കുന്നുവെന്നും എന്റെ ഉറച്ച നിലപാടുകളിൽ പ്രേക്ഷകർക്ക് ഇഷ്ടമുള്ളതുകൊണ്ടാണ് പ്രേക്ഷകർ എന്നെ ഇവിടെ നിലനിർത്തുന്നതെന്ന് ഷാനവാസ്. ജിസേൽ പറയുന്നു, ഞാൻ എല്ലാ ടാസ്കും കറക്റ്റായിട്ടാണ് ചെയ്യുന്നത്. പിന്നെ ഹൃദയം കൊണ്ടാണ് ഞാൻ എല്ലാവർക്കും ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുന്നത്. ആരോടും ചീത്തയായിട്ട് രീതിയിൽ ഞാൻ സംസാരിക്കാറില്ല. എത്ര ദേഷ്യം വരുന്ന കാര്യങ്ങൾ ഇടപെട്ടാൽ തന്നെ ഞാൻ ഒരു മര്യാദയോടെയാണ് പെരുമാറുന്നതെന്ന് ജിസേൽ. ആര്യം പറയുന്നു, ശൈത്യ കഥ പറഞ്ഞപ്പോൾ ഞാൻ ചിരിച്ചത് തെറ്റായിപ്പോയെന്ന് എനിക്ക് തോന്നുന്നുവെന്നും കുട്ടികൾക്കും മറ്റും ഇഷ്ടപ്പെടുന്ന തരത്തിൽ നല്ലൊരു എന്റർടൈനർ ആയതുകൊണ്ട് എന്നിവിടെ നിർത്തുമെന്നും കരുതുന്നുവെന്നും നെവിൻ പറഞ്ഞു. ഞാൻ ഇവിടെ സത്യസന്ധമായ ആകെ ചെയ്തത് നാരങ്ങേറ് മാത്രമാണ് ചെയ്തിട്ടുള്ളത്. ഷാനവാസിന്റെ വീട്ടുകാരി പറഞ്ഞത് എനിക്ക് വിഷമമുണ്ട്. സോറി പറയുന്നു നെവിൻ. ഷാനുമായിട്ടുള്ള പ്രശ്നം സോൾവ് ചെയ്യുന്നുണ്ട്. ഇങ്ങനെ എല്ലാവരെ പറ്റിയും ഓരോ കാര്യങ്ങൾ ചോദിച്ചതിന് ശേഷം പിന്നെ എവിഷനാണ് അവിടെ നടന്നത്. എവിഷനിലുള്ള 6 ആളുകളെ ഗാർഡൻ ഏരിയയിൽ പുറത്തു നിർത്തുന്നു. അകത്തുള്ള ആളുകളിൽ നിന്ന് ഒരാളെ സെലക്ട് ചെയ്ത് ഒരു നമ്പർ കാണിക്കുന്നു ലാലേട്ടൻ. ആ ആൾ പുറത്തുപോയി അവിടെ വെച്ചിരിക്കുന്ന നമ്പറുകളിൽ നിന്ന് സേവ് നമ്പർ ചുരുണ്ടി നോക്കുക. എന്നിട്ട് സേവ് ആയ ആളിന്റെ അടുത്തേക്ക് പാട്ടൊക്കെ പാടി ഡാൻസ് കളിച്ചിട്ട് ഒരു മാല ഇടുക. 1 എന്ന നമ്പർ സെലക്ട് ചെയ്ത് അനുമോളെയാണ് ആദ്യം വിളിച്ചത്. അനുമോൾ പോയി ആദ്യം ഓരോരുത്തരുടെ അടുത്തേക്ക് മാറിയിടാൻ നോക്കുന്നു. എന്നിട്ട് ആര്യനെ സെലക്ട് ചെയ്യുന്നു. ആര്യന്റെ കഴുത്തിൽ മാല വീണപ്പോൾ ആര്യൻ സേവ് ആയി. 3 എന്ന നമ്പർ കിട്ടിയത് അനീഷിനായിരുന്നു. ഷാനവാസിനെയായിരുന്നു അനീഷിന് മാറിയിടാൻ കിട്ടിയത്. അങ്ങനെ ഷാനവാസ് സേവായി. 6 നമ്പർ കിട്ടിയ ജിഷിൻ സാബുമാനെ സേവാക്കി. അവർ ഡാൻസ് ചെയ്ത് അകത്തേക്ക് കയറി. 4 കിട്ടിയ അഭിലാഷ് സേവ് ചെയ്തത് ആദിലയെ. ബാക്കിയുള്ളവരുടെ പുറത്തേക്ക് പോകരുതെന്ന് മോഹൻലാൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആദിലയുടെ കഴുത്തിൽ അഭിലാഷ് മാലയിട്ടപ്പോൾ നൂറ പുറത്തേക്ക് ഓടിപ്പോയി ആദിലയെ കെട്ടിപ്പിടിച്ചു സന്തോഷം പങ്കിട്ട് കരയുന്നു. കൂടെ അനുമോളുണ്ട് പുറകെ. അകത്ത് കയറി വന്നപ്പോൾ മോഹൻലാൽ ആദിലയ്ക്ക് കൺഗ്രാജുലേഷൻ പറഞ്ഞിട്ട് നൂറയോടും അനുമോളോടും ദേഷ്യപ്പെടുന്നു. നിങ്ങൾക്ക് മാത്രം എന്താണ് പ്രത്യേകത? സോറി ലാലേട്ട. നൂറ പറയുന്നു സന്തോഷം കൊണ്ടാണെന്ന്. പിന്നെയും കെട്ടിപ്പിടിക്കുന്നു. ഒരു റെസ്പെക്റ്റ് ഇല്ലായ്മ. മോഹൻലാലിന് ദേഷ്യം വന്ന് മോഹൻലാൽ പതുക്കെ, എന്നാൽ നിങ്ങൾ തന്നെ എല്ലാം കൈകാര്യം ചെയ്തോളൂ, ബാക്കി ബിഗ് ബോസ് ചെയ്തോളുമെന്ന് പറഞ്ഞ് മോഹൻലാൽ പോകുന്നു. അവിടെയുള്ള മിക്കവർക്കും മോഹൻലാലിനോട് ഒരു റെസ്പെക്റ്റും ഇല്ല. ചിലതൊക്കെ വെറും അഭിനയം മാത്രം. അടുത്തത് അക്ബറിനെ ബിഗ് ബോസ് വിടുന്നു. അക്ബർ 2 കാർഡ് ചുരുണ്ടി നോക്കുന്നു. അതിൻ്റെ അകത്ത് ഒന്നിൽ രണ എവിക്റ്റഡ് എന്നെഴുതി കാണിക്കുന്നു. രണയുടെ അടുത്ത് കൊണ്ടുപോയി മാലയിടുന്നു. രണ ശരിക്കും പോകുമെന്ന് ഒട്ടും വിചാരിച്ചിട്ടില്ലാന്ന് തോന്നുന്നു. ഒരു പ്രത്യേക ഭാവം രണയുടെ മുഖത്ത്. ബാക്ക് ടു റിയാലിറ്റി എന്ന് രണ. ഹൗസിലുള്ളവരുടെ യാത്ര ചോദിച്ച് രണ പോകുന്നു. മോഹൻലാലിന്റെ അടുത്ത് ചെല്ലുന്നു. വന്നപ്പോൾ 50 ദിവസം നിൽക്കുമെന്ന് പറഞ്ഞിട്ടാണ് വന്നത്. അതുപോലെ തന്നെ സംഭവിച്ചു എന്ന് മോഹൻലാൽ. ജിസൈലിനെയും ആര്യനെയും ബിന്നിനെയും ഒക്കെ തനിക്ക് മിസ് ചെയ്യുമെന്ന് പറഞ്ഞിട്ട് രണ പോകുന്നു. ലാലേട്ടൻ ദേഷ്യപ്പെട്ടാ പോയതെന്ന് നൂറ. അത് കുഴപ്പമില്ലെന്ന് ഷാനവാസ്. നമ്മളെയൊക്കെ കുട്ടികളെ പോലെ കണ്ട് ലാലേട്ടൻ അത് ക്ഷമിച്ചോടുമെന്ന് ഷാനവാസ്. സമാധാനമായില്ലേ എന്ന് ഷാനവാസിനോട് നൂറ. നമ്മൾ വിചാരിച്ചതുപോലെ ആയില്ല ഷാനവാസ്. എത്ര മനോഹരമായാണ് മോഹൻലാൽ അത് ഹാൻഡിൽ ചെയ്തിട്ടുള്ളത്. ഈ ചീഞ്ഞ കേസ് ഇതല്ലാതെ എങ്ങനെ നന്നായിട്ട് കൈകാര്യം ചെയ്യോ? നമ്മളവനെ ദ്രോഹിക്കാൻ വേണ്ടി കരുതിക്കുട്ടി ചെയ്തതൊന്നുമല്ലെന്ന് ഷാനവാസ്. ഉള്ള കാര്യം പറഞ്ഞിട്ടല്ലെന്ന് നൂറ. ഷാനവാസ് വീണ്ടും. അതിലൂടെ കയ്യിൽ നിന്ന് വന്ന ഒരു സ്റ്റേറ്റ്മെന്റിന് ഡിഫെൻഡ് ചെയ്യാൻ വേണ്ടി മാത്രമാണ് നമ്മൾ പറഞ്ഞതെന്ന് നൂറ വീണ്ടും. ശരിക്കും നമ്മളെ പൊരിക്കുമെന്നാണ് ഞാൻ കരുതിയത്. എല്ലാവർക്കും അതായിരുന്നു വേണ്ടിയിരുന്നത്. അതിന്റെ സങ്കടം എല്ലാവർക്കും ഉണ്ടെന്ന് അവർ. ചെറുക്കനെ ബ്രെയിൻ വാഷ് ചെയ്ത് പച്ച പിടിച്ചില്ല, എല്ലാം ചീഞ്ഞു പോയി എന്ന ആദില. എല്ലാവരും സ്ക്രൂ കയറ്റി കുത്തിത്തിരിപ്പ് വിട്ടത് ഇപ്പോൾ തീർന്നല്ലോ. നമ്മൾ അറിഞ്ഞുകൊണ്ട് ഒരാളെ ഉപദ്രവിക്കണമെന്ന് കരുതി ചെയ്തു കൂട്ടിയാൽ അത് തിരിച്ചടിക്കും ഉറപ്പായിട്ടും, എത്ര വലിയ ആളായാലും ചെറുതായാലും എന്ന ആദില. ഈ പറഞ്ഞത് അവളിലേക്ക് തന്നെയാണ് കൈ ചൂണ്ടതെന്ന് അവൾ എന്നാ മനസ്സിലാക്കാത്തത്. അതിലാണ് ഈ കുത്തിത്തിരിപ്പ് മുഴുവൻ ഉണ്ടാക്കിയതും എല്ലാ പ്രശ്നങ്ങളും ഉണ്ടാക്കിയതും. നെവിനോടുള്ള വൈരാഗ്യത്തിന്. പ്രേക്ഷകർക്ക് അതെല്ലാം കറക്റ്റ് മനസ്സിലായിട്ടുണ്ട്. എന്നിട്ടാണ് മറ്റുള്ളവരുടെ തലയിൽ കുറ്റടിച്ചേൽപ്പിക്കാൻ നോക്കുന്നത്. ഇവരെന്താണ് കരുതുന്നത്? ഇത് പ്രേക്ഷകർ തിരിച്ചടി കൊടുക്കുക തന്നെ ചെയ്യും. വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബും ലൈക്കും ഷെയറും ചെയ്യുക. നിങ്ങളുടെ ഇഷ്ടം മനസ്സിലാക്കിയതിനെ പറ്റി കമൻറ്റ് ചെയ്യുക.